വാർഷിക ആഘോഷത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പാലമ്പറ ഗത്സമേൻ പള്ളി വികാരി റവറന്റ് ഡോക്ടർ ജിയോ കണ്ണംകുളം CMI, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന മേരി ക്യൂൻസ് മിഷൻ ഹോസ്പിറ്റൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ എഡ്വിൻ റോസ് സാർത്തോ, ആശംസകൾ അർപ്പിക്കുന്ന പാറത്തോട് ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ MK മോഹനൻ, പാലമ്പറ അസംഷൻ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ശ്രീ ടോം ജോൺ, സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ മാനേജർ റവറന്റ് സിസ്റ്റർ സ്മിത DST, PTA പ്രസിഡന്റ് ശ്രീ രഞ്ജിത്ത് ഐസക്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ മാതാപിതാക്കളെ, സഹാധ്യാപകരെ, എന്റെ ഏറ്റവും വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ. ഈ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് പാലമ്പറയുടെ വെളിച്ചമായി നമ്മുടെ വിദ്യാലയം തിളങ്ങി നിൽക്കുന്നു. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വിജയപ്പടവുകൾ കയറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ ഈ വർഷത്തെ പ്രവർത്തനങ്ങളിലേക്ക് ഏവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നു. നമ്മുടെ നഴ്സറി സ്കൂളിന്റെ 2025-26 വർഷത്തെ പ്രവർത്തനങ്ങൾ ജൂൺ 9 ആരംഭിച്ചു. അജ്ഞതയുടെ അന്ധകാരത്തിൽ വിദ്യയുടെ വിളക്ക് തെളിയിക്കുന്ന പ്രവേശനോത്സവം കുരുന്നുകൾക്ക് ആഹ്ലാദമുണർത്തുന്ന നിമിഷങ്ങളായിരുന്നു. രാവിലെ ഗത്സമേനി പള്ളി വികാരി റവറന്റ് ഡോക്ടർ ജിയോ കണ്ണംകുളം CMI സ്കൂൾ വെഞ്ചരിപ്പ് കർമ്മം നടത്തി. തുടർന്ന് വർണ്ണപ്പകിട്ടാർന്ന തൊപ്പികൾ ശിരസിൽ അണിയിച്ചു. സമ്മാനങ്ങൾ നൽകി കുഞ്ഞോമനകളെ നഴ്സറിയിലേക്ക് സ്വീകരിച്ചു. കുരുന്നുകളുടെ കൊച്ചു കൊച്ചു കലാപരിപാടികളും ഒപ്പം മാതാപിതാക്കളുടെ സാന്നിധ്യവും പ്രവേശനോത്സവത്തിന് മാറ്റുകൂട്ടി. എല്ലാ ദിവസവും രാവിലെ 9:45 ആരംഭിച്ച് 3 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പഠനത്തിൽ എന്ന പോലെ കലാകായിക രംഗത്തും മികവ് പുലർത്തുന്ന 50 കുട്ടികളാണ് ഇവിടെ പഠനം നടത്തുന്നത്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ അസംബ്ലി നടത്തുകയാണ്. സംസ്ഥാനത്ത് ഉന്നത നിലവാരമുള്ള മറ്റെല്ലാ സ്കൂളുകൾക്കും ഒപ്പം നിൽക്കുന്ന PCM പ്രസാധകരുടെ പുസ്തകങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, പൊതുവിജ്ഞാനം എന്നീ വിഷയങ്ങൾക്കൊപ്പം ഹിന്ദി ഭാഷയുടെ ബാലപാഠങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നു. അക്ഷരങ്ങളിലൂടെ മാത്രമല്ല, കഥകളിലൂടെയും നടനകലകളിലൂടെയുമെല്ലാം കുട്ടികളുടെ നൈസർഗിക വാസനകൾ തട്ടിയുണർത്തി വികസിപ്പിച്ചെടുക്കുന്നതിൽ അധ്യാപകർ ദത്തശ്രദ്ധരാണ്. പഠന നിലവാരം വിലയിരുത്തുന്നതിനായി ക്ലാസ് ടെസ്റ്റുകളും ടേംലി പരീക്ഷകളും കൃത്യമായി നടത്തുന്നു. കലാകായിക രംഗത്ത് കുട്ടികൾ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്നു. 24/6/2025 ചേർന്ന PTA പൊതുയോഗത്തിൽ PTA ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി ശ്രീ രഞ്ജിത്ത് ഐസക് മുക്കുങ്കലിനെയും വൈസ് പ്രസിഡന്റ് ശ്രീമതി ടിൻസിമോൾ ജോസഫ്, കമ്മിറ്റി അംഗങ്ങളായി പ്രിൻസ് സെബാസ്റ്റ്യൻ, ഷബീർ KK, ടിജു ദേവസ്യ, ഷിബു ജേക്കബ്, നീതു ആന്റണി, ടാനിയ മാത്യു, ശ്രീലക്ഷ്മി, ഹരികാന്ത്, ജോസ്മി ജോജോ, അരണ്യ V കുരുവിള, മാത്യു ജോസഫ്, ഷെബിനം ഹമീൻ, സുമിയ ബഷീർ എന്നിവരെയും തിരഞ്ഞെടുത്തു. കുട്ടികളുടെ പഠനത്തോടൊപ്പം സ്വഭാവ രൂപീകരണത്തിനും പക്വമായ വ്യക്തിത്വമുള്ളവരായി അവരെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നതിലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. ശ്രീമതി അജിത സുധാകരന്റെ ശിക്ഷണത്തിൽ ജൂലൈ മാസം മുതൽ നൃത്ത പരിശീലനവും നടത്തിവരുന്നു. ദിനാചരണങ്ങൾ. ജന്മദിനാഘോഷം. ആഘോഷങ്ങളിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ടത് നമ്മുടെ ജന്മദിനം തന്നെയാണ്. ഓരോ ജന്മദിനവും നമുക്ക് സമ്മാനിക്കുന്നത് ഒരിക്കലും മറക്കാനാവാത്ത നല്ല ഓർമ്മകളും അനുഭവങ്ങളുമാണ്. നമ്മുടെ സ്കൂളിലെ ഓരോ കുഞ്ഞുങ്ങളുടെയും അവരുടെ അമ്മമാരായ അധ്യാപകരുടെയും ജന്മദിനം സമുചിതമായി ആഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ ഒത്തുചേർന്ന് സന്തോഷം പങ്കുവയ്ക്കുന്നു. ദുക്രാന തിരുനാൾ. സെന്റ് തോമസ് നഴ്സറി സ്കൂളിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം ജൂലൈ 7 ആഘോഷിച്ചു. നമ്മുടെ നഴ്സറി സ്കൂൾ മാനേജർ റവറന്റ് സിസ്റ്റർ സ്മിത DSTയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികൾ നടത്തിയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും ദുക്രാന തിരുനാൾ ആഘോഷമാക്കി തീർത്തു. കളേഴ്സ് ഡേ ആൻഡ് ദീപിക കളർ ഇന്ത്യ കോമ്പറ്റീഷൻ. മഴവിലിന്റെ 7 വർണ്ണങ്ങൾ ആർക്കാണ് ഇഷ്ടമാവാത്തത്? വ്യത്യസ്ത നിറങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 8 കളേഴ്സ് ഡേ ആഘോഷിച്ചു. അന്നേ ദിവസം കുട്ടികൾ അവർക്കിഷ്ടമുള്ള കളർ ഡ്രസ്സുകൾ ധരിച്ച് സ്വയം പരിചയപ്പെടുത്തി. സ്കൂൾ അങ്കണം പലവിധ വർണ്ണങ്ങളുള്ള ബലൂണുകളാലും പൂക്കളാലും അലങ്കരിച്ച് കളേഴ്സ് ഡേ കളർഫുൾ ആക്കി. അതോടൊപ്പം തന്നെ അന്നേ ദിവസം ദീപിക കളർ ഇന്ത്യ മത്സരം സ്കൂളിൽ നടന്നു. 50 കുട്ടികളും മത്സരത്തിൽ പങ്കെടുക്കുകയും സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു. ലിയോണ ലിജോ സ്കൂൾ വിന്നറായി തിരഞ്ഞെടുക്കുകയും മൊമെന്റോ ലഭിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യദിനം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം.
നമ്മുടെ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും അഭിമാനവും ഉണർത്തുന്ന ഒരു ദിനമാണ്. ഈ ദിവസം നാം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ നന്ദിയോടെ ഓർക്കുകയും അവരുടെ ത്യാഗങ്ങളെ ഹൃദയപൂർവ്വം അനുസ്മരിക്കുകയും ചെയ്യുന്നു. അധ്യാപകരോടൊപ്പം കുഞ്ഞുങ്ങളും ഒരുമിച്ച് പതാക ഉയർത്തിയും ദേശീയഗാനം ആലപിച്ചും നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും അഭിമാനവും ഉയർത്തിക്കാണിക്കുന്ന വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും സ്വാതന്ത്ര്യദിനം ഉചിതമായി ആഘോഷിച്ചു. ഓണാഘോഷം. കേരളീയരുടെ ദേശീയോത്സവമായ ഓണം സെന്റ് തോമസ് നഴ്സറി സ്കൂളിലും വിവിധ കലാപരിപാടികളോടെ നടത്തപ്പെട്ടു. മേരി ക്യൂൻസ് മിഷൻ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ റെവറന്റ് ഫാദർ സിറിൽ അച്ഛന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ ശ്രീമതി സിന്ധു മോഹനനും മാതാപിതാക്കളും കുട്ടികളും അധ്യാപകരും ഓഗസ്റ്റ് 26-ന് ഓണാഘോഷം നടത്തി. കുട്ടികളും അധ്യാപകരും ചേർന്ന് മനോഹരമായ പൂക്കളമിട്ടും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും സിറിലച്ചന്റെയും കുഞ്ഞുങ്ങളുടെയും വഞ്ചിപ്പാട്ടും ആർപ്പുവിളികളും ഓണാഘോഷത്തിന്റെ മാറ്റുകൂട്ടി. കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും വിവിധതരം മത്സരങ്ങൾ നടത്തിയും എല്ലാവർക്കും സമ്മാനങ്ങളും ഓണപ്പായസവും നൽകിയും ഓണാഘോഷം ഗംഭീരമാക്കി. അധ്യാപക ദിനം. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. സ്കൂളിലെ കുട്ടികൾ അവരുടെ അധ്യാപകരെ ആദരിക്കുന്ന ദിനം. അറിവിന്റെ ആദ്യാക്ഷരം പകർന്നു നൽകുന്ന ഗുരുക്കന്മാരുടെ അടുത്ത് ഓടിയെത്തുന്ന കുഞ്ഞു ശലഭങ്ങളെ പറക്കാൻ പഠിപ്പിച്ച് നാളെയുടെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്ന ഗുരുക്കന്മാരെ ആദരിക്കുന്ന ദിനം. അവധി ദിവസമായിരുന്നിട്ട് പോലും അധ്യാപക ദിനം ഓർമ്മിച്ചുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ആശംസകളാലും വർണ്ണശബളമായ കാർഡുകളാലും കുഞ്ഞു ഹൃദയങ്ങളിലെ സ്നേഹമലരുകൾ സമ്മാനങ്ങളാക്കി മറക്കാൻ